അച്ഛനെ പോലെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടോ? പൊളിറ്റിക്സ് അങ്ങനെ പൊളിറ്റിക്സ് ഒഫീസിലാണ്. പൊളിറ്റിക്സ് വേണ്ടേ ജീവിതത്തിൽ? ഇല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാ? ഇപ്പൊ കുറെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊളിറ്റിക്സ് നോക്കില്ല. പക്ഷെ നമുക്ക് പൊളിറ്റിക്സ് വേണ്ട. ഇപ്പൊ നമുക്കൊരു പാർട്ടിക്ക് താല്പര്യമില്ല, നോട്ടയിൽ പോയി വോട്ട് ചെയ്യുക. അതിനാണല്ലോ നോട്ട. അപ്പൊ അതേപോലെ പൊളിറ്റിക്സ് എന്തായാലും ജീവിതത്തിൽ വേണം. എന്നാലും നമ്മൾ ഡെമോക്രാറ്റിക് നോട്ടേ പോയി ചെയ്യണ്ടേ? അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണല്ലോ പൊളിറ്റിക്സ്. അപ്പൊ നമുക്ക് അത് നിങ്ങൾ ചെയ്യണ ശരിയല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ നോട്ടേ പോയി കുത്തണം. അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലല്ലേ ജീവിക്കുന്നത്. അതെ അതെ, നമ്മളെപ്പോഴും ഇൻവോൾവ് ആവണം അതിൽ. അപ്പൊ ഇലക്ഷൻ ഒക്കെ വരാൻ പോവാണ്, രണ്ടുപേരും വോട്ട് ചെയ്യോ? തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ഞാനിപ്പോ നാട്ടിലുള്ള സ്ഥിതിക്ക് എന്തായാലും വോട്ട് ചെയ്യും. നാട്ടിലുള്ള എന്തായിരുന്നു ഇപ്പൊ വർക്കാണോ? ലണ്ടനിലാണല്ലോ, വിദേശത്താണ് സെറ്റിൽഡ്? അതെ അതെ അതെ, അത് ഞാൻ പഠിക്കാൻ വേണ്ടി പോയതാണ്. ലണ്ടനിൽ 21 പോയതാണ്. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ജോലി കിട്ടിയപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നു. ഞാൻ അവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു OTT സ്ട്രീമിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സിനിമയോടുള്ള പാഷൻ കൊണ്ടാണോ വന്നത്? അതെ അതെ, സിനിമയ്ക്ക് ചെറുപ്പം തൊട്ടേ സിനിമയോട് ഭയങ്കര ഇഷ്ടം, ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പിന്നെ ജനിച്ചപ്പം തൊട്ടേ വീട്ടിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ നാടകം, സീരിയൽ, സിനിമ, നാടകത്തിന്റെ മറ്റേ റിഹേഴ്സൽ ക്യാമ്പൊക്കെ വീട്ടിൽ തന്നെ റിഹേഴ്സൽ ക്യാമ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കണ്ടന്റ് വളർന്നുകൊണ്ട് അതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഈ ഒരു ആർട്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അമ്മ ഡാൻസ് ടീച്ചറാണ്. അപ്പം ആർട്ടില് ഈ സൈഡിലേക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയൊരു ആഗ്രഹമാണ് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കുക എന്നുള്ളത്. അച്ഛനോട് തുറന്നു പറഞ്ഞു കാണും അല്ലേ?